നമസ്കാരം. അമേരിക്കയുടെ ഉപരോധം കാരണം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുറച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ കണക്കുകൾ റഷ്യയ്ക്ക് തിരിച്ചടി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം നേട്ടം കൊയ്യുന്നത് ഇറാഖാണ്. അവസരം മുതലെടുത്ത് വില കൂട്ടാൻ നോക്കിയ സൗദി അറേബ്യയ്ക്കും പണി കിട്ടിയിട്ടുണ്ട്. ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി 13% വർദ്ധിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരിയിൽ 11% കുറഞ്ഞു എന്നാണ് കെപ്ലർ പുറത്തുവിട്ട കണക്ക്. ജനുവരിയിൽ ഓരോ ദിവസവും 1.67 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഫെബ്രുവരിയിൽ 1.48 ദശലക്ഷം ബാരലായി കുറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറച്ച ഇന്ത്യ ഫെബ്രുവരിയിൽ ഇറാഖിൽ നിന്ന് അധികമായി എണ്ണ വാങ്ങി. ജനുവരിയിൽ പ്രതിദിനം 1.02 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറാഖിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നത്. ഫെബ്രുവരിയിൽ ഇത് 1.08 ദശലക്ഷം ബാരലായി ഉയർന്നു. അതായത് 6% വർധനവ് വന്നു. വരും മാസങ്ങളിലും ഇറാഖിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. കുർദിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള എണ്ണ പൈപ്പ് ലൈൻ വഴി തുർക്കിയിലേക്കും അവിടെ നിന്ന് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനാണ് ഇറാഖിന്റെ തീരുമാനം. കുർദ് മേഖലയിൽ വിമതരായ PKKയുമായി തുർക്കി സമാധാന കരാറിലെത്തുകയും ചെയ്തിട്ടുണ്ട്. PKKയുടെ ഭീഷണി ഒഴിയുന്നതോടെ മേഖലയിൽ നിന്നുള്ള എണ്ണ ഉൽപാദനം കൂടും. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ പാടെ മാറിയിട്ടുണ്ട്. റഷ്യയുമായി അടുക്കുകയാണ് ട്രംപ്. എക്കാലത്തും കൂടെ നിന്നിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി അമേരിക്ക അകലുകയും ചെയ്യുന്നു. ചൈന, കാനഡ, മെക്സിക്കോ, പനാമ എന്നീ രാജ്യങ്ങളെയെല്ലാം ശത്രുപക്ഷത്ത് ട്രംപ് നിർത്തുകയും ചെയ്തു. അതേസമയം സൗദിക്ക് തിരിച്ചടി ലഭിക്കാനുണ്ടായ കാരണങ്ങളൊന്ന് പരിശോധിക്കാം. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം കുറഞ്ഞു വരികയാണ്. താരിഫ് യുദ്ധഭീഷണി നിലനിൽക്കുമ്പോഴും ബ്രന്റ് ക്രൂഡ് ബാരലിന് വില $72 നിൽക്കുകയാണ്. ചൈന പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും എണ്ണ ആവശ്യം ചൈനയിൽ നിന്ന് കൂടിയിട്ടില്ല. അവർ ഇലക്ട്രോണിക് വാഹനങ്ങളെ ആശ്രയിക്കുന്നതാണ് കാരണമത്രേ. ഇന്ത്യ ആവശ്യമുള്ളതിന്റെ 85% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുകയാണ്. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE, അമേരിക്ക എന്നിങ്ങനെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും കുറച്ചതോടെ സൗദി അറേബ്യ അടവ് മാറ്റി. ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കൂട്ടുകയാണ് സൗദി അറേബ്യ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സൗദിയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ കുറച്ചു. ജനുവരിയിൽ പ്രതിദിനം 7.23 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറക്കിയതെങ്കിൽ ഫെബ്രുവരിയിൽ 7 ലക്ഷം ബാരലായി ഇന്ത്യ കുറച്ചു. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവിലും ഇന്ത്യ ഫെബ്രുവരിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇറാഖ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ വില ഇനിയും ഇടിഞ്ഞ് $70 താഴെ എത്തിയേക്കും. അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഫെബ്രുവരിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി. ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി റഷ്യ മാറി. ഇതോടെ 2022 മുതൽ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരെന്ന സ്ഥാനത്തേക്ക് റഷ്യ എത്തി.